കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പോൾ ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. അപ്പം അതൊരു നല്ല ഇതായിരുന്നു. അതെ, അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. വെന്റിലേറ്റർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെ പതുക്കെ വീനിങ് ഓഫ് എന്ന് പറയും. അത് സമയമെടുക്കും. നമ്മൾ അഗ്രസീവായിട്ട് പോയിട്ട് കാര്യമില്ല. ലങ്സിന് സമയം കൊടുക്കണം അത് ഇൻഫെക്ഷൻ കുറയാനായിട്ട്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. വലിയ പ്രശ്നമില്ല എന്നല്ല, നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ്, കാരണം നമുക്ക് കംപ്ലീറ്റ് അസസ്മെൻ്റ് ആയിട്ടില്ല. ചെറിയ അബോധാവസ്ഥയിൽ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പോഴും ബോധാവസ്ഥ കംപ്ലീറ്റ് ആയിട്ടില്ല. കണ്ണ് നമ്മൾ തുറക്കാൻ പറയുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. ഓൺ കമാൻഡാണ്, ഓൺ കമാൻഡ് ആൻഡ് ഡിമാൻഡ്. അതെ, പിന്നെ സെഡേഷനിലാണ്. അല്ലെങ്കിൽ പുള്ളി അഗ്രസീവ് ആവും. ലൈക്ക് ഷീ വിൽ ഗെറ്റ്, നമ്മുടെ ലൈൻസ് എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഷീ ഹാസ് ടു ഗോ സ്ലോ. നമ്മൾ പതുക്കെയാണ്. ഇനിയൊരു വെക്കേഷൻ കൊടുക്കും ഇതിന്, സെഡേഷന്. നമ്മളിന്ന് പ്ലാനിങ് ആണ് സെഡേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ ടേക്ക് ഓവർ ചെയ്യാനായി. നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്തു, ബ്രോങ്കോസ്കോപ്പ് ചെയ്തിട്ടാണ് ക്ലോട്ടൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നലത്തെ എക്സ്റേ വെച്ചിട്ട് നമ്മൾ ഇന്ന് പ്ലാൻഡ് ആയിരുന്നു. ഇന്ന് രാവിലെ ഈ എക്സസൈസ് കാരണം ഇവരെ വിളിച്ച് കാണിച്ച് നമ്മളുടെ അവേക്നെസ് നോക്കിയിട്ട് ഇന്ന് ബ്രോങ്ക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ അപ്പോഴാണ് എക്സ്റേ വന്നപ്പോൾ എക്സ്റേയിൽ നല്ല ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു. അപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു റോള് കാണിക്കുന്നില്ല. ഷീ സ്റ്റേബിൾ, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ സ്റ്റേബിൾ. HB മാത്രം ഒരിത്തിരി ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ ഇന്നൊരു ബ്ലഡ് രാവിലെ കൊടുത്തിട്ടുണ്ട്. തുടർ ചികിത്സ, നല്ല ആൻറ്റിബയോട്ടിക് കൊടുക്കുക, ചെസ്റ്റ് ഫിസിയോ കൊടുക്കുക, നല്ല ഫീഡിങ് മീൻസ് റൈൽസ് ട്യൂബിൽ കൂടി ഫീഡ് കൊടുക്കുക, സപ്പോർട്ടീവ് മെഷേഴ്സ് എല്ലാം ചെയ്യുക. ആൻഡ് വി ഹാവ് ടു വാച്ച്. ഇനി നമുക്കൊരു ലങ്സിലൊരു ന്യൂമോണിയൊക്കെ ഉണ്ടാകാതെ നോക്കണം. ന്യൂമോണിയക്കുള്ള ചാൻസുകൾ കൂടുതലാണ്. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത ആ ബ്ലഡ് ക്ലോട്ടിൻ്റെയൊക്കെ ആസ്പിറേഷൻ കൊണ്ട് ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് കഴിയുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കണം. അതിനാണ് നമ്മൾ നല്ല ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തിരിക്കുന്നത്.